ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കൂ. പിന്നെ ഇവിടെ വലിയ ആവശ്യമായിട്ടുള്ള കാര്യം കുലുക്കലൂർ പഞ്ചായത്തുണ്ട്. കുലുക്കലൂർ ജസ്റ്റ് ഇവിടുന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയാലും അവിടെ എൻട്രൻസിലായിട്ട് നമ്മുടെ അവിടെ പുഴയിൽ വലിയ മുസ്ലിം സ്ഥാപനമല്ലേ, ഒരു സ്ഥാപനം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നാട്ടുകാരുടെ വലിയൊരു ആവശ്യമുണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് വരണം എന്നുള്ളത്. അതൊരു ടഗ് ഓഫ് വാർ വന്നിട്ട് അനാഥായിട്ട് കിടക്കുകയാണ്. അവിടെ ഒരു പാലം വന്നുവെങ്കിൽ ഏറ്റവും അധികം ഡെവലപ്മെൻറ്റ് കുലുക്കലൂർ പഞ്ചായത്തിനും വരും, ഏലകുളം പഞ്ചായത്തിനും വരാൻ സാധ്യതയുണ്ട്. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അല്ല, മുഹമ്മദ് മുഹ്സിൻ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുള്ള സംവിധാനങ്ങളൊക്കെ എത്രയും പെട്ടത് ശരിയാവുന്നുണ്ടെന്ന്. പക്ഷേ അനുഭവത്തിൽ വന്നിട്ടില്ല. MLA പട്ടാമ്പി MLA ഇവിടെ വന്നിരുന്നു. അജയൻ്റെ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞങ്ങളേന്ന് സംസാരിച്ചപ്പോൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. പക്ഷെ ഫർദർ ദർ ഇസ് നോ ഡെവലപ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് യാതൊന്നും വന്നിട്ടില്ല. ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ അതിൽ പ്രപ്പോസൽ വരണ്ടേ, അതൊന്നും കാണാനില്ല. അപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കുലുക്കലൂർ ആ ഭാഗത്ത് അതൊരു ടഗ് ഓഫ് വാറിൽ അപ്പുറത്തൊരു സ്ഥലം ആരോ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ താരതമ്യേന ഇതാണ് ഏറ്റവും സക്സസ്ഫുള്ളും ആളുകൾക്ക് ആവശ്യപ്രദമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനുള്ള ശ്രമം ഇവിടെ പഞ്ചായത്ത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കാലം വന്നാൽ അതൊരു ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ശരിക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽപ്പെട്ടതല്ല ഈ പാലം വന്നതാണ് ഏലംകുളം പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അധികം സഹായകമായത്. മറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പുഴ കിടക്കണം, വർഷക്കാലത്ത് തോണി വേണം, വേനൽക്കാലത്ത് രണ്ടും ഉണ്ടാവില്ല. കാരണം ഉമ്മലിയും മണൽത്തിട്ടുകളൊക്കെ വന്നിട്ട് കടത്താൻ കഴിയില്ല. അപ്പോൾ 2 പ്രദേശങ്ങളും കൂടി ബന്ധപ്പെടാൻ സാധിച്ചത് ഈ പാലം വന്നുകൊണ്ടാണ്. അതുപോലെ കുലുക്കലൂരുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അവർക്കും ആവശ്യമാണ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകാൻ, കുട്ടികൾക്ക് വരാനും സൗകര്യമായിട്ട് ഏറ്റവും ഷോർട്ട് കട്ടായിട്ട് വരും. അപ്പോൾ അടിയന്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാവശ്യം അവിടെ പാലം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് വരുന്ന പഞ്ചായത്ത് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രക്ഷോഭം. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ല. പക്ഷേ ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അന്ന് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. TK ഹംസ മന്ത്രിയായിരുന്നു, പുള്ളി മിനിസ്റ്ററാണ്, ഞാനൊക്കെ പരിചയമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അവരെ വേണ്ടി കണ്ടിട്ട് ഈ ചുവപ്പ് നാടയിൽ കിടന്നിരുന്ന ആ ഫയലെടുത്ത് പുറത്ത് അടിച്ചിട്ടാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. വലിയ ആത്മഹത്യയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിന് ശേഷമാണ് ഏലംകുളം ഇത്രയും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുണ്ട്, സാധ്യതയുണ്ട്. ഈ ഭാഗത്തൊരു പാലം വന്നു എന്നുള്ളതുകൊണ്ട്